കൊണ്ടുവിടുന്ന സ്ഥലത്താണ് ഈ MVD കിടക്കുന്നത്. ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് പൊല്യൂഷൻ ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു 300 രൂപ 350 രൂപ അല്ലെങ്കിൽ പേടിയാണ് എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ജനങ്ങൾ ഇടപെടണം, എല്ലാവർക്കും പേടി. ആ ഭയമൊക്കെ മാറ്റി 2, 3, 4 പ്രാവശ്യമാണ് ഇവിടെ ചെക്കിങ്. തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറം തന്നെ ക്യാമറയിൽ പോകും. തെന്നി മാറി പോകാൻ ശ്രമിച്ചെങ്കിലും അത് ഞാൻ വിട്ടില്ല. അല്ലാതെ വൈറലാവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. നമ്മൾ സത്യം അല്ലാതെ ഇതൊരു വരുമാനമായിട്ട് കണ്ടെത്തി ചെയ്യാതിരിക്കും. എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5000 രൂപ വിനയാൻ അടിച്ചു. 5000 രൂപ. നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ MVDക്ക് ഒരു പെറ്റി അടിച്ചു കൊടുത്ത ആളാണല്ലോ. അതെ. ശരിക്കും എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ? എന്താണ് അത്? പെറ്റി അടിച്ചു കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു എന്താ പറയുന്നേ, നമ്മളെ നാട് ഒരു ചെറിയ ഒരു ഓയൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങളും അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും കൂടിയാണ് ഞാൻ. അപ്പം ഈ രാവിലെ എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 8:30, 9 വരെ എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്കൂൾ പിള്ളേരും അതേപോലെ തന്നെ സ്കൂളിലൊക്കെ പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അതേപോലെ തന്നെ ഈ കടകളിലൊക്കെ വരുന്ന സ്റ്റാഫുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ചിലപ്പോ സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിലൊക്കെ 2-3 പിള്ളേരെയൊക്കെ വെച്ച് ചിലപ്പം റോഡ് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഈ വണ്ടി വരുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വിടും. മനസ്സിലായോ? കൊണ്ടുവന്ന് വിടുമ്പോ സ്വാഭാവികം നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ കാറ് കാണത്തില്ലായിരിക്കും, ഒരു ബൈക്കായിരിക്കും ഉള്ളത്. അപ്പൊ ചിലപ്പോൾ 2-3 പിള്ളേരെ, ചിലപ്പോൾ 2 പിള്ളേരൊക്കെ കാണുമായിരിക്കും, കൊച്ചു പിള്ളേരായിരിക്കും. അപ്പൊ ഇവര് ചിലപ്പോൾ നമ്മളൊരു മെയിൻ റോഡിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റോഡിലേക്ക് കൊണ്ട് വിടും, ബസ് വരുന്ന ഭാഗത്തേക്ക്. ഈ കൊണ്ടുവിടുന്ന സ്ഥലത്താണ് ഈ MVD കിടക്കുന്നത്. അപ്പൊ അവരുടെ ഫോട്ടോ എടുത്ത് നിരന്തരം അവർക്ക് വെച്ച് കൊടുക്കുക. ഇപ്പൊ 3 പിള്ളേർക്ക് കൂടെ ഹെൽമെറ്റ് വെച്ച് വരണമെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അത് കാണത്തില്ല അവരുടെ കയ്യില് 3 ഹെൽമെറ്റ് ഒക്കെ. അപ്പൊ അതൊരു റീസൺ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ കടകളിലൊക്കെ സ്റ്റാഫുകൾ വരുന്നതാണ്. അപ്പൊ ഇവര് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പതുങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കും, എവിടെയെങ്കിലും മറഞ്ഞു കിടക്കും. പെട്ടെന്ന് വന്ന് കയറുമ്പോ അവർ ഫോട്ടോ എടുത്തിട്ട് അവർ ഇടുന്നുണ്ട്. പറ്റി അത് നിയമം തെറ്റിച്ചത് കൊണ്ടാണ്. അപ്പൊ ഞാനിത് പ്രതികരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് വണ്ടി ഞങ്ങളുടെ ഈ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഇത് നടന്ന സംഭവം. ഈ ഷോപ്പിൽ നിന്നുകൊണ്ട് ഇവര് അപ്പൊ എന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇവര് പെറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പെറ്റി അടിക്കുന്ന വാഹനം അപ്പൊ എനിക്ക് നമ്പർ കാണാമായിരുന്നു. അങ്ങനെ ഈ നമ്പർ ഞാൻ എടുത്ത് ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇവർക്ക് പൊല്യൂഷൻ ഇല്ല. അപ്പൊ ഈ വരുന്ന വാഹനങ്ങൾക്ക് മൊത്തം ഇവർ പൊല്യൂഷനും ഹെൽമെറ്റ് ഇല്ലാത്തതിനും എല്ലാത്തിനും അടിച്ചു കൊടുത്തോണ്ടിരിക്കും. അതായത് അൽത്താഫ് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ സ്ഥിരമായിട്ടുണ്ട്. എല്ലാരും സാധാരണക്കാരെ, എല്ലാരും ജീവിക്കാൻ വേണ്ടി വരുന്നവരല്ലേ. ആ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഒരു പെറ്റിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ MVDയുടെ വാഹനത്തിന് പൊല്യൂഷൻ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അങ്ങനെ പ്രതികരിച്ചു. എനിക്ക് ഒരാഴ്ച മുമ്പ് എനിക്കും പൈസ ഒരു 5000 രൂപ അടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ നിയമവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഈ സാധാരണക്കാർക്ക് ആർക്കെങ്കിലും ഈ പൊല്യൂഷൻ എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അത്ര അടയ്ക്കണ്ടെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഒരു കേസ്. അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? സാധാരണ നിങ്ങളെ ആളുകൾ ഈ മലയാളികളായിട്ടുള്ളവരെല്ലാവരും അതിനെ വലിയ രീതിയിലാണ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അതുപോലെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു നിയമം പഠിപ്പിച്ച മിടുക്കൻ ആരാണെന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള ചർച്ചകളുമാണ്. ചാനലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണ്. MVDയുടെ വാഹനത്തിന് അങ്ങനെ ഒരു പൊല്യൂഷൻ ഇല്ലെന്നും അത് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് എവിടുന്ന വന്നത്? അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും സാധാരണക്കാരല്ലേ, ജീവിക്കാൻ വേണ്ടിട്ട് രാവിലെ ഇറങ്ങുന്നതല്ലേ. ഒരു മാന്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് അടിച്ചു തരാം. തെറ്റ് എല്ലാവർക്കും സംഭവിക്കാം. ഒരു ദിവസം നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 10,000-12,000 രൂപയാണ് ഒരു കടയിൽ ശമ്പളം എന്ന് പറയുന്നത്. അതൊരു മാസം ഒരു 12,000 ഭാഗം 30 നിങ്ങൾ ഭാഗിച്ചു നോക്കണം. അപ്പം വെറും ഒരു ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു 300 രൂപ 350 രൂപ അല്ലെങ്കിൽ 400 രൂപയാണ്. ഇത് അടിച്ചു കൊടുക്കുന്നത് 5000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ 1000 രൂപ. അപ്പൊ എത്ര ദിവസം കിടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്? മനസ്സിലായില്ലേ? എത്ര ദിവസം കിടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു പൈസ 5000 രൂപ അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ 3000 രൂപ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? സാധാരണ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ജോലിയില്ല, ശമ്പളം ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഈ MBD ഭീമമായിട്ടുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് കണ്ടു. അപ്പൊ ഇവര് തന്നെ ഈ നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ ഇതുപോലെ ചെയ്തപ്പോ നമ്മൾ പ്രതികരിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അത് എല്ലാവർക്കും പേടിയായി. ഇവരോട് എന്തെങ്കിലും നമ്മൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ള ഒരു പേടിയാണ് എല്ലാ ജനങ്ങളുടെ മനസ്സിലുള്ളത്. നമ്മളിതിങ്ങനെ പേടിച്ച് ഭയന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മളെ നാട് നശിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിക്കണം. ആ സാറ് അതിനെ പെറ്റിയിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവര് ഈ നിരന്തരം ഒരു ദിവസം തന്നെ 2, 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഇവിടെയാണ് ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ചെക്ക് ചെയ്യുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൊടുക്കുന്നത് വെച്ചാൽ ഈ നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം തെറ്റിച്ചുകൊണ്ടാണ്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ പാലിക്കേണ്ടവരെ നിയമം തെറ്റിക്കുമ്പോൾ ജനങ്ങൾ ഇടപെടണം. മനസ്സിലായില്ലേ? ജനങ്ങൾ ഇടപെടണം. എല്ലാവർക്കും പേടി. ആ ഭയമൊക്കെ മാറ്റി ബാക്കി പിന്നെ വെച്ച് എന്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾ നമ്മളെ കൂടെയുണ്ട്. തെറ്റ് നമ്മളെ ഭാഗത്ത് തെറ്റില്ല. നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാട്ടി അത് അവര് കൊണ്ട് പരിഹരിപ്പിച്ചു. അവിടെ ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫുകളാവട്ടെ അല്ലെങ്കിൽ മറ്റു വരുന്നവരൊക്കെ ഈ അവർക്ക് സ്ഥിരമായിട്ട് ഈ പെറ്റ് കിട്ടുമ്പോൾ ഇതിന്റെ പരാതികൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ ഓയിൽ എന്ന് പറയുന്നത് ഞാനൊരു ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കടകളിൽ തന്നെ ഒരു ചർച്ചാ വിഷയമുണ്ട്. ഇവിടെ നിരന്തരം പെറ്റിയടി ഉണ്ടാവും. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും വരുന്നില്ല. ഇവര് പേടിച്ചിട്ട് ആൾക്കാർ ഭയന്ന് ഓടുകയാണ്. ഭയന്ന് പോവുക. ഇപ്പൊ MBD കിടക്കുന്ന പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എത്ര പേപ്പർ ക്ലിയർ ആയിട്ടുള്ള ആളായാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവോ എന്നുള്ളൊരു മനസ്സിലൊരു എന്താ പറയുന്ന ഒരു പേടി ഉണ്ടാവും. പേപ്പർ ശരിയാണെങ്കിൽ പോലും നമുക്കറിയത്തില്ലല്ലോ നിയമം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന്. അപ്പൊ എന്നിട്ട് ആൾക്കാർ ഭയന്ന് ഓടുവാണ്. ഇവിടെ ഒന്നാമതൊരു കച്ചവടം കുറവാണ്. പിന്നെ നിരന്തരം ഉണ്ട്. ഡെയിലി ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, 3, 4 പ്രാവശ്യമാണ് ഇവിടെ ചെക്കിങ്. അതിന്റെ തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറം തന്നെ ക്യാമറ ഇരിപ്പുണ്ട്. അത് വർക്കിംഗ് ആണ്. അത് പോരാഞ്ഞിട്ടാണ് അതിന്റെ തൊട്ട് ഒരു 100 മീറ്റർ മാറിയിട്ട് അടുത്ത ചെക്കിങ്. തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉള്ള കടകളിൽ നിൽക്കുന്ന എത്ര പിള്ളേർക്ക് 1000 രൂപ, 1500, 2000 ഒക്കെ കിടക്കുന്നത് അറിയാമോ? അവരെ വണ്ടിക്ക് പെറ്റി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 1000, 2000 ഒക്കെ കിടക്കുന്നത്. അതൊക്കെ നമ്മൾ മാനുഷിക പരിഗണന വെച്ച് നമുക്കത് ചെയ്യാൻ കഴിയും. നമ്മളിപ്പം എല്ലാരും ലക്ഷപ്രഭുക്കളെന്നല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാ. മനസ്സിലായില്ലേ? അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇപ്പൊ അത്രയും വിഷമായി പോയി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനുശേഷം പിന്നെ എന്താ ഇവര് MBD ഉദ്യോഗസ്ഥർ എന്താ അതിനുശേഷം പറഞ്ഞത്? എന്തെങ്കിലും അതിനെ കുറിച്ച് അതിനുശേഷം പിന്നെ എന്തെങ്കിലും നടന്നോ? ഇങ്ങനെ അതിന്റെ അവര് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവര് മറ്റുള്ള ഉദ്യോഗസ്ഥരെ പോലെ അല്ലായിരുന്നു. കുറച്ച് ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവര് പ്രതികരിച്ച് അവര് കുറ്റം അവരെന്താന്നുള്ളത് മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? അവരുടെ കുറ്റം എന്താന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അവർ ആ വണ്ടിക്ക് ഫൈൻ ഇടുക ചെയ്തത്. അവര് തെന്നിമാറി പോകാൻ ശ്രമിച്ചെങ്കിലും അത് ഞാൻ വിട്ടില്ല. അങ്ങനെ പോയ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തെങ്കിലും ഞാൻ ഫ്രണ്ടിൽ കയറി നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ വേറെ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്താനുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തി അത് അവര് പരിഹരിച്ചു. വലിയൊരു കുറ്റമാണല്ലോ. അവരെ നിയമം പാലിക്കേണ്ടവർ തന്നെ അത് ചെയ്യുമ്പോൾ നിയമം പാലിക്കേണ്ടവർ ചെയ്ത അത് വലിയൊരു കുറ്റമാണ്. സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാം. ഈ ഇത് വലിയ വൈറലായിരുന്നല്ലോ. ഇതിന് ശേഷം ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? അല്ല ജനപ്രതിനിധി എല്ലാ ചാനലിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പൊ മൊബൈലിൽ ഇപ്പൊ കോളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിനു മുമ്പ് ഏതെങ്കിലും വിഷയത്തിൽ ഇതുപോലെ ഈ പൊതുജനങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ചെയ്യാറുണ്ട്. നമ്മള് തെറ്റെന്താണോ കാണുന്നത് അത് നമ്മൾ പ്രതികരിക്കാറുണ്ട്. നമ്മളല്ലാതെ വൈറലാവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. നമ്മള് സത്യം പറഞ്ഞു നമുക്കൊരു തെളിവ് വേണമല്ലോ. നമ്മളിത് ചെയ്ത് നമ്മളല്ല പഴയ കാലമല്ല ഇത്. നമ്മളെ ഭാഗത്താണ് ശരിയെങ്കിലും അത് തിരിഞ്ഞ് കൊത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പം എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല. നമ്മളെ ഭാഗത്താണ്, നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവര് ചിലപ്പോ പലതരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു കാലം കൂടാണ്. അതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ MBDക്ക് ഇപ്പൊ പൊതുവെ ഒരു നല്ലൊരു പേരല്ല ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നിരന്തരം ഇത് ഇങ്ങനെ അവർക്ക് ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് ആൾക്കാരെല്ലാം പ്രതികരിക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം കമന്റിലൂടെ, നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് തന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് കമന്റുകളെല്ലാം
അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് ഒരു കമന്റ് പോലും അതിനകത്ത് വരുന്നില്ല. ഇല്ല ഇല്ല അതെ 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 എല്ലാം നമുക്ക് ആ ചെയ്ത വീഡിയോ ചെയ്ത പയ്യനെ ഒന്ന് കാണണം, പയ്യന് എന്ത് അവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യത. അവിടുന്ന് അവരുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ മണ്ഡലത്തിൽ നിന്നുള്ള കുറെ മീഡിയകളെല്ലാം വിളിച്ചു. അപ്പൊ എന്തായാലും ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം അൽത്താഫെ, ഇപ്പൊ ഇതിനകത്ത് ഈ കുട്ടികളുടെ അവിടെ വരുന്ന നമ്മുടെ സ്റ്റാഫുകളുടെയും മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പൊ ഹെൽമെറ്റ് ഇടാതെ വരികയോ അല്ലെങ്കിൽ വാഹനത്തിൽ കൃത്യമായ പേപ്പർ ഇല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി അവർക്ക് പെറ്റി അടയ്ക്കുക എന്ന് പറയുന്ന ഒരു നിയമമാണല്ലോ. അപ്പൊ അത് ചെയ്യുന്നതിന് നമുക്ക് തരത്തിൽ അവരെ നമുക്ക് ഈടാക്കാം. ഈ ഭീമമായിട്ടുള്ള നമ്മൾ തെറ്റ് ചെയ്താൽ അത് നമ്മൾ തെറ്റ് ചെയ്തവർ അത് ചെയ്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം അവർക്കൊരു ചെറിയ ഫൈനായിട്ട് ഞാനൊരു എല്ലാവരുടെ ജനങ്ങളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അറിവിലേക്ക് ഞാൻ പറയുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഫൈനോ എന്തെങ്കിലും ഇട്ട് അവരെ അത് ബോധവൽക്കരണം ചെയ്യുക. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊരു വരുമാനമായിട്ട് കണ്ടെത്തി ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? വരുമാന മാർഗമായിട്ട് കാണാതെ ജനങ്ങൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുന്നേ, നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇളവായിട്ട് കൊടുത്ത് ഒരു ചെറിയ എമൗണ്ട് അടിച്ചു കൊടുത്ത് അവർക്ക് അവരുടെ കാര്യം മനസ്സിലാക്കുക. പിന്നെ അവർ ചെയ്യാതിരിക്കാൻ പറ്റുന്ന ആ ഒരു ഇതാണ് ചെയ്യേണ്ടത്. അല്ലെ നമ്മൾ ഈ ഭീമമായിട്ടുള്ള പൈസ മേടിച്ച് നമുക്കൊരു സർക്കാരിന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതി ആക്കരുത്.